ഇത് കണ്ട ഗൈസ്, എൻ്റെ എന്താ പറയുക കലവാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് തിളച്ച് ഇങ്ങനെ തൂവി കെട്ടുപോയപ്പോൾ ഞാൻ ഇത് കണ്ടോ എൻ്റെ പൊങ്കാല. ഇതാണ് കേട്ടോ ഗൈസ് എൻ്റെ പൊങ്കാല. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും, ഒരാൾക്ക് വേണ്ടിയിട്ട് അല്ലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുമല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട്. നമ്മൾ പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും ഒക്കെ പടി നല്ലത് വരണം, വയ്യാണ്ട് കിടക്കുന്നവർക്കൊക്കെ നല്ലത് വരണം എന്ന് പറഞ്ഞിട്ട് എല്ലാ അസുഖങ്ങളും മാറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ പൊങ്കാലയുടെ വിശേഷം. ഇത് കണ്ട ഗൈസ്, എല്ലാവരും മൂടി വെച്ചിട്ട് പോയിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് എല്ലാവരും കയറിയൊക്കെ നിൽക്കുന്നുണ്ട് ഓരോ കടകളുടെയൊക്കെ ഫ്രണ്ടിൽ. ഞാൻ കയറിയില്ല, ഞാൻ ഇവിടെ തലയിൽ തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ കൂടി ഇരുന്നു. ശരിക്കും ഈ തോർത്ത് നമ്മൾ ഉടുക്കാനായിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതെടുത്തിട്ട് എൻ്റെ തലയിലിട്ടിട്ട് ഇവിടെ ഇരിക്കുക. എനിക്ക് ഇത്തിരിയും കൂടി കുറുകാനുണ്ട്. എൻ്റെ ഒരു പൊങ്കാല എന്ന് പറയുമ്പോൾ ഇത്തിരിയും കൂടി കുറുകി വരണം എന്നൊരാഗ്രഹം. അതിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ഗൈസ്. എൻ്റെ 14 വർഷത്തെ ആഗ്രഹമാണ്. 14 അല്ല 15. ശരിക്കും 2015 എൻ്റെ അച്ഛമ്മ മരിക്കുന്നത്. അപ്പം അച്ഛമ്മ നേർന്ന നേർച്ചയാണ് നമുക്ക് ഒരുമിച്ച് പൊങ്കാലയിടാൻ. പക്ഷെ അമ്മ മരിച്ചുപോയി, നമുക്ക് സാധിച്ചില്ല വരാൻ. അമ്മ നമുക്ക് പൊങ്കാലയിടാനൊന്നും പറ്റിയ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിങ്ങനെ ആ നേർച്ച കിടന്ന് ഇപ്പം ഇത്രയും വർഷങ്ങളായി. അപ്പം ഞാനത് സാധിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ.